നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ കൊടുംവനത്തിനുള്ളിൽ നെയ്യാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ബോട്ട് യാത്രയും അത് കഴിഞ്ഞുള്ള ട്രക്കിങ്ങിൻ്റെയും മൂന്നാമത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ കാണാത്തവർ അതുകൂടി കാണുക. ട്രക്കിങ്ങിൻ്റെ ഏകദേശം പകുതി ദൂരം പിന്നിട്ടപ്പോൾ ഞങ്ങൾ നെയ്യാർ നദിയുടെ മടിത്തട്ടിലേക്ക് എത്തിയിരുന്നു. കൊടും വനത്തിനുള്ളിൽ ശാന്തമായി ഒഴുകുന്ന നെയ്യാർ നദിയുടെ കാഴ്ചകളിൽ നിന്നും ഈ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഈ നെയ്യാർ ട്രക്കിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അതിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഏകദേശം പകുതി ദൂരം കഴിഞ്ഞു. ചാരുപാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നെയ്യാർ ഒഴുകിയെത്തുകയാണ്. എല്ലാവരും നെയ്യാർ റിസർവോയർ ആരും കണ്ടിട്ടുള്ളൂ, പക്ഷേ നെയ്യാർ കണ്ടിട്ടില്ല അല്ലേ? ഈ നെയ്യാർ ഒഴുകി വരുന്നു. ഇതിൻ്റെ ഏകദേശം ടോപ്പ് എന്ന് പറയാൻ, ഏറ്റവും ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല. അഗസ്ത്യമല എന്നാണ് ഉത്ഭവം. എന്നാലും അതിൻ്റെ കുറച്ച് താഴെ വരെ നമ്മൾ അടുത്ത് ചെല്ലുകയാണ്. മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുകയാണ്. പ്രധാനമായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നു. നിങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ വരുന്നത് ശ്രദ്ധിക്കുക. ഫോറസ്റ്റ് ഗൈഡുകളും അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന കൂടെ വരുന്ന ടീം ക്യാപ്റ്റനും പറയുന്നത് അതുപോലെ അനുസരിക്കുക. പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഈ വെള്ളം ഇപ്പോൾ കാണുന്നു. ചിലപ്പോൾ നിമിഷ നേരം കൊണ്ട് ഒരാൾ പൊക്കം വെള്ളമായ സാധ്യതയുണ്ട്. കുളി കഴിഞ്ഞു. ഇത് പുറം ലോകം ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇതൊരു പാറയപ്പാണ്. പാറയപ്പം എന്ന് പറഞ്ഞാൽ ഒരു 5, 8, 10 പേർക്ക് സുഖമായിട്ട് താമസിക്കാം, കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു അപ്പാണ്. ഇവിടെ ചാരുപാറ എന്ന സ്ഥലത്ത് നെയ്യാർ ശാന്തമായി ഒഴുകുന്നു. ഇത്രയും എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുള്ളത് നെയ്യാർ റിസർവോയറേ ഉള്ളൂ. നെയ്യാർ റിവറിനെ ആരും കണ്ടു കാണൂല. ഇത് നെയ്യാർ റിവറാണ്. ആരോഗ്യ പച്ചലയാണ്. വനത്തിൻ്റെ ഉള്ളിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ആരോഗ്യ പച്ചലയാണ്. ഈ മരം ക്രോക്കഡൈൽ ബാർ എന്നറിയപ്പെടുന്നു. ഇത് മനുഷ്യൻ ഇതിൻ്റെ ഈ ശരീരഭാഗങ്ങൾ കണ്ടിട്ടാണ് ക്രൊക്കഡൈലിൻ്റെ ശരീരഭാഗവും ഇതുമായിട്ട് ഈ സാമ്യം ഉള്ളത് കൊണ്ടാണ് ഇതിനെ ക്രൊക്കഡൈൽ ബാർ എന്നറിയപ്പെടുന്നത്. ആക്ച്വലി മരം അങ്ങനെയാണോ? ക്രൊക്കഡൈൽ ബാർ എന്നാണ് ഇതിൻ്റെ
പിന്നെ ഇതിൻ്റെ നെയിമാണ്. ഇത് വേങ്ങയാണ്. വേങ്ങയാണ്. ആ. ഈ കാണുന്നതാണ് നെയ്യാർ ഏറ്റവും ഇടുങ്ങിയ സ്ഥലമാണ്. ചാരുപാറ എന്ന് കുറച്ച് മുമ്പാണ് നമ്മൾ പറഞ്ഞെങ്കിലും, പക്ഷേ ചാരുപാറ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ വളരെ ഇടുങ്ങി. നെയ്യാർ റിസർവോയർ ഇടുങ്ങിയ സ്ഥലം നേരത്തെ കണ്ടു കാണും, പക്ഷേ നെയ്യാർ റിവർ ഇടുങ്ങിയത് ഇവിടെയാണ്. എനിക്ക് തോന്നുന്ന ഒരു മാക്സിമം ഒരു 20-22 അടി വീതി മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ ആ പറഞ്ഞതിൻ്റെ ഇരട്ടി താഴ്ചയുള്ള സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് ആരും ഇവിടെ ഇറങ്ങാൻ ശ്രമിക്കരുത്. ഇതുവഴി കൊമ്പൈ ട്രക്കിങ്ങിന് വരുമ്പോൾ നേരെ നടന്നു പോവുക. അഗർബത്തി എന്നറിയപ്പെടുന്ന കാട്ടുകുന്തിരിക്കമുണ്ട്. കാട്ടുകുന്തിരിക്ക ഇതിൽ നിന്ന് വെട്ടിയെടുത്താണ് നമ്മൾ പിന്നെ പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന കാട്ടുകുന്തിരിക്കമാണ്. കാട്ടുകുന്തിരിക്കത്തിൻ്റെ ഒരു മൂടാണ് ഈ ഭാഗം ഈ കാണുന്നത്. ഇതിപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല, ആരും വെട്ടുന്നില്ല. അല്ലെങ്കിൽ ഇതിന് കറ ഊറി വന്ന് ഇതിൻ്റെ അകത്ത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ആരും ഇത് വെട്ടിയെടുക്കുന്നില്ല. ഇത്രയും നേരം കയറ്റം ആയിരുന്നു കയറിയത്. ഇനി വലിയൊരു ഇറക്കമാണ് ഇറങ്ങാൻ പോകുന്നത്. ഇത് അട്ട കടിച്ചിരിക്കുന്നു. വനത്തിലൂടെ നടന്നപ്പോൾ അട്ട കടിച്ച്. പിന്നെ ഇപ്പം പോവും. പോവും. ഇതൊക്കെ ചെരുപ്പൂരിയെ പോണു. ഈ കാര്യം കൂടെ അതോടെ വരാം. എന്തിനാണ് വള്ളി? കാട്ട് ഇത് കുരുമുളകല്ലേ? ഇത് കുരുമുളക്. ചിപ്പിലി കാട്ടു കുരുമുളക്. കാട്ടു കുരുമുളകാണ്. ഇതാ നെയ്യാറിൻ്റെ ഒരു കൈവഴിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഊറ്റുകുഴി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ഇനി ഒരു 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മീൻമുട്ടിയിലേക്ക്. ഒരു 15 മിനിറ്റ് നടക്കണം. ഇവിടെ വന്ന് ചെരുപ്പൂരി നോക്കിയപ്പോൾ ഒരു കൊളയട്ട കഴിച്ചു. അതൊക്കെ നല്ല കാര്യമാണ്. നമ്മൾ ശരീരത്തിൽ ദുഷിച്ച ബ്ലഡാണ് കൊളയട്ട ഊറ്റിയെടുക്കുന്നത്. ഇനി ഇവിടെ നിന്നും ഒരു 15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ മീൻമുട്ടിയിലെ ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ്. ഇത് ഒരു 100 കൊല്ലത്തെ പഴക്കമുള്ള ഒരു പ്ലാച്ചി എന്ന് പറയുന്ന ഒരു മരമാണ്. ഇതിൻ്റെ ഒരു മരത്തിൻ്റെ ഈ കാണുന്ന ഈ മരം ഇത് ഒരു അധികം കാലമില്ലാതെ തന്നെ ഇതിനെ കൊല്ലുന്ന ഒരു മരമാണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ മണ്ടേ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ വള്ളി ചുറ്റി ഇത് പൂർണ്ണമായിട്ടും നശിച്ചു പോകും. അടുത്ത മരത്തിനെ കൊല്ലുന്ന ഒരു കില്ലിങ് ആൻഡ്. അതിൻ്റെ ചെറിയ വള്ളിയാണ് ഇപ്പുറത്ത് കാണുന്നത്. ഇങ്ങനെ മറന്നു നടക്കുന്ന മരങ്ങളല്ല, ഇത് നശിപ്പിച്ചതാണ്.
ഈ മറിഞ്ഞു കിടക്കുന്ന മരങ്ങളെല്ലാം ഈ പ്ലാച്ചി വള്ളി നശിപ്പിച്ച മരങ്ങളാണ്. അതിന് വേര് ഇവിടെയുണ്ട് കേട്ടോ, പ്ലാച്ചി വള്ളി വേര് ഇവിടെ എങ്ങനെ വന്നു ചത്തത് കീഴെങ്കിൽ കൊന്നത് തീവൻ തന്നെ എന്ന് പറയുമ്പോൾ വനത്തിനുള്ളിലെ ഏതെങ്കിലും ഒരു മരം ചരിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഘാതകൻ പ്ലാച്ചി വള്ളിയായിരിക്കും. അതൊരു സംശയം. ഞങ്ങളിതാ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വരയിലെത്തിയിരിക്കുകയാണ്. മീൻമുട്ടി ഇഷ്ടംപോലെ ഉണ്ട് കേരളത്തിൽ. അഗസ്ത്യാർകൂട മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വരയിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാ ഇവിടെ നിന്നും നേരെ താഴേക്ക് ഇടവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മീൻമുട്ടിയിലെ ഏറ്റവും താഴെയുള്ള കാഴ്ച അത് കണ്ടിട്ട് ഞങ്ങൾ അടുത്ത കാഴ്ചയിലേക്ക് പോകുന്നതാണ്. മീൻമുട്ടി എന്ന സ്വപ്നഭൂമിയുടെ താഴ്വാരത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതൊന്നുമല്ല കാഴ്ച, ഇതിങ്ങനെ കാണിച്ചേ. ഈ കാണുന്ന കാഴ്ച കണ്ടോ, അഗസ്ത്യകൂടത്തു നിന്ന് ഉത്ഭവിച്ച് നെയ്യാർ ഒഴുകുന്ന ശാന്തമായ സ്ഥലം. ഇവിടെയൊക്കെ അന്യായ താഴ്ചയാണ്. ഇത് ഏറ്റവും താഴ്വാരം, മീൻമുട്ടിയുടെ താഴ്വാരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കാണുന്ന കല്ലുകൾക്കിടയിലൂടെ അലതല്ലി ഒഴുകുന്ന നെയ്യാർ. ആ മുകളിൽ കാണുന്നത് മീൻമുട്ടിയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സെക്ഷനാണ്. ഇതിൻ്റെ എത്രയോ മുകളിലാണ് മെയിൻ വെള്ളച്ചാട്ടം ഉള്ളത്. തൽക്കാലം നമ്മൾ ഈ വീഡിയോ, ഈ ട്രക്കിങ് കൊമ്പൈ മുതൽ മീൻമുട്ടി വരെയുള്ള ഈ ട്രക്കിംഗ് വീഡിയോ ഈ താഴ്വാരത്ത് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി കാഴ്ചകൾ ഇതൊന്നും ആയില്ല, ഇതൊരു സൂചന മാത്രമാണ്. വെടിക്കെട്ട് മുകളിലുണ്ട്. ബാക്കി മീൻമുട്ടിയുടെ കാഴ്ചകൾ ഇവിടെ നിന്നും മുകളിലോട്ട് പോകുമ്പോൾ തുടങ്ങും.